അഭിമാനക്കുടപ്പായ. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ 1ാം റാങ്കിന്റെ തിളക്കവുമായി അതിഥി തൊഴിലാളിയുടെ മകൾ. BA ആർക്കിയോളജി ആൻഡ് ഹിസ്റ്ററി വിഭാഗത്തിൽ ബീഹാർ സ്വദേശി പായൽ കുമാരിയാണ് 1ാം റാങ്ക് നേടി പുതിയ ചരിത്രം എഴുതിയത്. ബീഹാറിലെ ഗോസിയാമധി ഗ്രാമത്തിൽ നിന്നും തൊഴിലന്വേഷിച്ച് 2001 പ്രമോദ് കുമാറും ഭാര്യ ബിന്ദു ദേവിയും കുട്ടികളുമായി കേരളത്തിലെത്തിയത്. പല ജോലികളും ചെയ്ത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകവേ അയാൾ ഒന്നുറപ്പിച്ചിരുന്നു: മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം. 8ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന ഒരച്ഛന്റെ തീരുമാനം കൂടിയായിരുന്നു അത്. SSLCയിലും +2വിലും ഉന്നത വിജയം നേടിയ മകൾ പായൽ ബിരുദത്തിൽ 1ാം റാങ്ക് നേടിയ അച്ഛന്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുകയാണ്. എനിക്ക് മലയാളം അറിയില്ലായിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു സബ്ജക്റ്റ് ഒരു മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് പഠിച്ചെടുക്കാൻ ടഫായിരുന്നു. പിന്നെ പതിയെ അത് തനിയെ പഠിച്ച് ട്രൈ ചെയ്തു. അങ്ങനെ പഠിച്ചതാണ്. ഫീസ് അടക്കമുള്ള കാര്യങ്ങളിൽ പിന്തുണയുമായി പഠിച്ചിരുന്ന പെരുമ്പാവൂരിലെ മാർത്തോമ കോളേജ് മാനേജ്മെന്റും അധ്യാപകരും ഒപ്പമുണ്ടായിരുന്നു. എല്ലാവരോടും കുടുംബം നന്ദി പറയുന്നു. तीनों बच्चा अच्छा से पढ़े और पढ़ने में पैसा नहीं था, मुश्किल था, फिर भी पढ़ाई करी और कॉलेज भी गई तो सर भी हेल्प किए, कॉलेज से हेल्प मिला, अच्छा से पढ़ाई में ध्यान भी दिया. ജ്യേഷ്ഠൻ ആകാശ് ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. അനുജത്തി പല്ലവി 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയും. ന്യൂസ് 18 കൊച്ചി. ബീഹാർ സ്വദേശിയുടെ മകൾ കൂടിയാണ് പായൽ കുമാരി. ഇപ്പോൾ പുതിയ ചരിത്രം തന്നെ എഴുതിയിരിക്കുന്നു. MG യൂണിവേഴ്സിറ്റിയുടെ BA ആർക്കിയോളജി ആൻഡ് ഹിസ്റ്ററി വിഭാഗത്തിലെ 1ാം റാങ്ക് തന്നെ നേടിക്കൊണ്ട് പായൽ ഇപ്പോൾ ന്യൂസ് 18-നൊപ്പം ചേരുന്നു. പായൽ, ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്, അഭിനന്ദനങ്ങൾ. പ്രതീക്ഷിച്ചിരുന്നോ റാങ്ക്? അത് ആദ്യ ചോദ്യം. താങ്ക് യു. റാങ്ക് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നോ? പ്രതീക്ഷിച്ചൊന്നുമില്ലായിരുന്നു. റാങ്ക് കിട്ടി, റാങ്ക് കിട്ടുമെന്നൊരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് അത്രയും പ്രതീക്ഷ ഉണ്ടായില്ല. കാരണം ആദ്യം നല്ല പഠിത്തമായിരുന്നു. പിന്നെ നടുക്കൊരു ഗ്യാപ്പിൽ അങ്ങനെ ഫോക്കസ് ഉണ്ടായില്ല. പക്ഷെ എന്നാലും അത് എനിക്ക് ലാസ്റ്റ് ഫോക്കസും ഒന്നുകൂടി കൊടുത്ത് പഠിച്ച് റാങ്ക് കിട്ടി. വളരെ സന്തോഷമുണ്ട്. BA ആർക്കിയോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ആ ടോപ്പിക് എടുക്കാൻ എന്തായിരുന്നു കാരണം? എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു അംബീഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നുകൊണ്ടാണോ? എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഈ കോഴ്സിൽ. കാരണം റിസർച്ച്, എക്സ്കവേഷൻ മെയിൻലി ഓരോ എക്സ്കവേഷനും അതിൻ്റെ ന്യൂസൊക്കെ കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹം കൂടിയത്. അങ്ങനെ ഇഷ്ടപ്പെട്ടെടുത്ത കോഴ്സാണ് BA ആർക്കിയോളജി. വീട്ടിൽ ബീഹാറിൽ റിലേറ്റീവ്സ് എല്ലാം ഉണ്ടോ? ഈ വിവരം അവർ അറിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് അവരുടെയൊക്കെ ഒരു പ്രതികരണം? എങ്ങനെയൊക്കെയാണ്? എല്ലാവരും അറിഞ്ഞു. എല്ലാവർക്കും സന്തോഷമാണ്. കാരണം എൻ്റെ വില്ലേജിൽ നിന്ന് അങ്ങനെ ആരും ഇങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു മൊമെൻറ്റ് എല്ലാവർക്കും ഒരു ഹാപ്പിനെസ് ആണ്. കാരണം അവിടെ നിന്ന് ഇങ്ങനെ ആരും വന്നിട്ടില്ല. അതുകൊണ്ടാണ്. പായൽ, വളരെ പ്രധാനപ്പെട്ട കാര്യം, പക്ഷെ അത് വലിയൊരു എക്സൈറ്റ്മെന്റ് കൊണ്ട് ചോദിക്കട്ടെ. വളരെ നന്നായിട്ട് മലയാളം പറയുന്നു. എത്ര വർഷമായി പായൽ കേരളത്തിൽ താമസിക്കുക? നിങ്ങൾ എത്ര കാലം? പാലാരിവട്ടം. അത് കഴിഞ്ഞിട്ട് ACS കലൂർ. പിന്നെ 8ാം ക്ലാസ് 9ാം ക്ലാസ് മുതൽ +2 വരെ ഹൈസ്കൂൾ ഇടപ്പള്ളിയിലാണ് പഠിച്ചത്. പായൽ, കൂട്ടുകാരൊക്കെ എന്താണ് പറയുന്നത്? പായൽ ഇപ്പോൾ സംസാരിക്കുമ്പോൾ എനിക്ക് ബീഹാർ ബന്ധമുണ്ടെന്നല്ല, തനി എറണാകുളംകാരി സംസാരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. പായൽ, ഫ്രണ്ട്സൊക്കെ എങ്ങനെയായിരുന്നു? ഈ പഠിക്കാനൊക്കെ കൂടുതൽ സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന്, അതോടൊപ്പം തന്നെ ഈ 20 വർഷം കൊണ്ട് ഈ കേരളത്തിനോടുള്ള അപരിചിതത്വം എല്ലാം പരിപൂർണമായിട്ട് മാറി, പൂർണ്ണമായും ഒരു മലയാളി കുട്ടിയായി തന്നെ മാറിയിട്ടുണ്ട് പായൽ, അല്ലേ? എല്ലാ ഫ്രണ്ട്സും നല്ലതാണ്. അവരൊക്കെ എന്നെ അക്സെപ്റ്റ് ചെയ്തു. അവിടെ നിന്ന് വന്നതാണ്, ഒരു മൈഗ്രൻ്റ് ലേബറാണ്, അതുപോലെ കാണാതെ ഒരു നല്ലൊരു ഫ്രണ്ടായിട്ട് എല്ലാവരും കണ്ടേനെ. റൈറ്റ്. ഞാനൊന്ന് തിരികെ വരാം. പായലിൻ്റെ അധ്യാപകൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജിയുടെ ഹെഡ് ഡോക്ടർ ബിപിൻ കുര്യാക്കോസ്, മാർത്തോമ കോളേജിലെ, പെരുമ്പാവൂർ മാർത്തോമ കോളേജിലെ. ശ്രീ ബിപിൻ കുര്യാക്കോസ്, വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ എന്തായാലും താങ്കളുടെ ഒരു സ്റ്റുഡൻറ്റിന്, അതും ഇങ്ങനെ
കേരളത്തിലേക്ക് കുടിയേറി പാർത്ത ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു കുട്ടി എങ്ങനെയാണ് സന്തോഷം പങ്കുവെക്കുന്നത് പായലിന്റെ വിജയത്തിൽ? ഡിപ്പാർട്ട്മെന്റിനെയും കോളേജിനെയും സംബന്ധിച്ചിടത്തോളം, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള, ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തിലുള്ള ഒരു ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പായല് ശരിക്കും അതിഥി തൊഴിലാളി എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു അതിഥി തൊഴിലാളിയോ മറ്റ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. നമ്മുടെ ഒരു വിദ്യാർത്ഥിനി. പിന്നെ പായല് വന്ന ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു അതിഥി തൊഴിലാളിയുടെ മകളായിട്ട് വരുമ്പോഴുള്ള ഒരു വലിയ പ്രതിസന്ധികളും പ്രാരാബ്ധങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം തന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് അതിനെല്ലാം കീഴടക്കി ഈ കേരളത്തിലെ യൂത്തിന് മൊത്തം ഒരു ഇൻസ്പിറേഷണൽ ഐക്കണായിട്ട് പായൽ നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം ഇത്രയേറെ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും തന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും മാറാതെ, അണുവിട ചലിക്കാതെ അതിനുവേണ്ടി പരിശ്രമിച്ചു. നന്നായി പൊരുതി. എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന്. ഇനിയും അക്കാദമിക് ജീവിതത്തിലും അതുപോലെ തന്നെ ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിലും അവർക്ക് വലിയൊരു റോൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് പായൽ. പായലിന് നന്ദി പറയാം. പായലിന്റെ അധ്യാപകൻ അത് കേൾക്കുന്നുണ്ട്. പായൽ, ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഏറ്റവും വലിയ സപ്പോർട്ടായി നിൽക്കുന്ന അധ്യാപകൻ തന്നെയാണ് കൂടെയുള്ളത്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പ്രേക്ഷകർ കൂടി കേൾക്കട്ടെ. ബിബിൻ സാറിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം പായൽ. സാർ എപ്പോഴും സപ്പോർട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ തന്നെ ഇതുവരെ ലൈഫിൽ വരാത്തൊരു ടീച്ചർ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് എൻ്റെ സാറ്. കാരണം എൻ്റെ ക്ലാസ് ടീച്ചർ മാത്രമല്ല, നല്ലൊരു മെൻറ്ററാണ്. ഇമോഷണലി ആയിക്കോട്ടെ, ഫിനാൻഷ്യലി ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ സാറിന് താങ്ക് യു പറയുകയാണ്. ഇതുവരെ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നതിന്. തീർച്ചയായും. ശ്രീ ബിബിൻ കുര്യാക്കോസ്, എപ്പോഴും നമ്മളെല്ലാം ചർച്ച ചെയ്യുന്ന വിഷയം മൈഗ്രന്റ് ലേബേഴ്സിന്റെ അവരുടെ തൊഴിൽപരമായ വിഷയങ്ങൾ, മറ്റ് കാര്യങ്ങൾ, അതൊക്കെയാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് അവരുടെ അടുത്ത ജനറേഷൻ, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അതിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ കടന്നു വരാൻ സാധ്യതയുള്ള പ്രതിസന്ധികൾ, അതിനെക്കുറിച്ചൊന്നും വലിയ ഗഹനമായിട്ടൊന്നും ചർച്ചകൾ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളൊരു അവസരത്തിൽ കൂടിയാണ് ഈ രീതിയിലുള്ള ഒരു വിജയം എടുത്തു പറയേണ്ടതായി വന്നിരിക്കുന്നത്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല ഒട്ടേറെ മാതൃകകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ മാതൃകയിൽ ശരിക്കും അതിനകത്ത് ഒരു കണ്ണി ചേർക്കാൻ നമുക്ക് സാധിച്ചു. മാർത്തോമ കോളേജിനും ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിനും സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ്. പിന്നെ സമൂഹം എത്രമാത്രം ഇങ്ങനെയുള്ള ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതിന് പുറകിൽ ഇവര് അനുഭവിക്കുന്ന ഒരു വലിയ ഒരു മാനസിക പ്രശ്നം, പ്രത്യേകിച്ച് സോഷ്യൽ ക്യാപിറ്റൽ ഒന്നുമില്ലാതെ വരുന്ന ഈ ഒരു കുട്ടികളുടെ ക്യാപിറ്റൽ പോട്ടെ, മൂലധനവും സാമ്പത്തിക ശേഷിയൊക്കെ പോട്ടെ, സോഷ്യൽ ക്യാപിറ്റൽ ഒരു പ്രധാനപ്പെട്ട ഒരു തലമായിട്ട് ഞങ്ങളൊക്കെ അതിനെ വിവക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സോഷ്യൽ ക്യാപിറ്റൽ തീരെ ഇല്ലാതെ വരുന്ന കുട്ടികൾക്ക് ശരിക്കും ഒരു താങ്ങും തണലുമായി നിൽക്കാൻ, ശരിക്കും ഒരു ഹ്യൂമാനിറ്റേറിയൻ വേ ഓഫ് ടീച്ചിങ് അത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഇങ്ങനെയുള്ള ആളുകളെ വളരെ കൃത്യമായിട്ടൊരു മുഖ്യ ശ്രേണിയിലേക്ക് കൊണ്ടുവരാനും അവർക്ക് കൃത്യമായിട്ടത് നേടിയെടുക്കാനും കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കുട്ടികളെ നമ്മൾ സുഹൃത്തുക്കളായി കണ്ട് ഒരു മാനുഷിക പരിഗണനയോടുകൂടി അധ്യാപനത്തോടൊപ്പം നമ്മൾ ഇവരെയുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള അക്കാഡമിക് ഡിസ്കഷൻ നടക്കുന്നതോടൊപ്പം തന്നെ ഒരു മാനുഷികപരമായിട്ട് ഒരു കൈത്താങ് കുട്ടികൾ കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഡു വണ്ടേഴ്സ്. അതാണ് നമ്മൾ തീർച്ചയായും പായലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള അധ്യാപകർ, അങ്ങനെയുള്ള സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള പരിതസ്ഥിതി അതെല്ലാം കിട്ടിയതിൽ ഏറെ സന്തോഷമുള്ള കാര്യമാണ്. വലിയൊരു വിജയത്തിലേക്കുള്ള ഒരു വഴി കൂടിയായി അത് മാറി. ഞാൻ എന്തെങ്കിലും ഒരു ദോഷം കണ്ടു ചോദിക്കുന്നതല്ല, എങ്കിൽ പോലും ഒരുപക്ഷെ ഒരുപാട് കുട്ടികൾ നിങ്ങളെപ്പോലെ തന്നെ ഉള്ള ഇതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് താമസിച്ചവരുടെ കുട്ടികൾ, ഈ നേരത്തെ ശ്രീ ബിബിൻ കുര്യാക്കോസ് പറഞ്ഞതുപോലെ അങ്ങനെ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തുന്നതിന് മുൻപ് ആ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ കേരളത്തിലുള്ള കേരളീയരായ കുട്ടികൾക്ക് കിട്ടുന്നതിനേക്കാൾ കുറച്ചും കൂടി എഫർട്ട് കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ടോ പായലിന് ആദ്യ സമയങ്ങളിലൊക്കെ? വന്നിട്ടുണ്ട്. കാരണം അവർ മീൻസ് ഒരു സോഷ്യലി ബാക്ക്വേർഡായിട്ടാണ് കാണുന്നത്.
മൈഗ്രൻ്റ് ലേബേഴ്സിനെ ഇപ്പം അങ്ങനെ കാണുന്നത്. എന്നാലും എന്താ അത് ഓവർകം ചെയ്യാൻ എനിക്ക് പറ്റി. അവരെന്ത് പറഞ്ഞാലും അതെപ്പോഴും നമ്മൾ എല്ലാവരും പറയണത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. അതുകൊണ്ട് അത് മാറ്റി നിർത്തിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഇതാണ് എനിക്ക് എല്ലാവരോടും തന്നെ ഇത് തന്നെ പറയാനുള്ളത്. ബാക്കി എല്ലാവരും എന്ത് പറഞ്ഞാലും അത് ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത് ചെയ്യുക. മറ്റുള്ളവർ കേട്ട് നിന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പായലും അങ്ങനെയുള്ള അവസരത്തിൽ കൂടെ പോയിട്ടുണ്ടോ? അതായത് എല്ലാവിധ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്ന് സൊസൈറ്റി പറയുമ്പോഴും ഈ പറഞ്ഞതുപോലെ അതിഥി തൊഴിലാളി എന്ന് പറയുമ്പോഴും ഒരു അല്പം മാറ്റി നിർത്തുന്ന ഒരവസ്ഥ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നാണോ പറയുന്നത് പായലിന്? ഇല്ല, അങ്ങനെ പൊതുവെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്തായാലും ചുമ്മാ കളിയാക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. അത് ഞാൻ വിട്ടുകളഞ്ഞു. എനിക്കതൊന്നും ചിന്തയില്ല. റൈറ്റ്. പായൽ, ഇപ്പോൾ കോവിഡ് കാലം കാരണം പോകാൻ കഴിയില്ല എന്നറിയാം നാട്ടിലേക്കൊക്കെ. എങ്കിലും ബീഹാറിലൊക്കെ പോകാറുണ്ടോ? ബീഹാറിൽ എവിടെയാണ് പായൽ അവിടെ ചെന്ന് പായലിന്റെ മലയാളമൊക്കെ ബന്ധുക്കളൊക്കെ കേട്ടിട്ടുണ്ടോ? എന്താണ് പറയാറവർ? അവരങ്ങനെ കേട്ടിട്ടില്ല. ഫോൺ വിളിക്കാറുണ്ട്. അപ്പം ഇനി പോയി അവരെ കാണണമെന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ ആരും റിലേറ്റീവ്സിനെ ആരും കണ്ടിട്ടില്ല. ആരും അങ്ങനെ അത്ര അറിയത്തില്ല. അതുകൊണ്ടാ പരിചയം, അതായത് കൂടുതൽ അടുപ്പം കേരളത്തോട് തന്നെയാണ് ഇത്രയും വർഷമായി ഉള്ളത് കൊണ്ട്. അങ്ങനെയാണോ? കൂടുതൽ ഇഷ്ടം കൊച്ചിയാണോ ബീഹാറിനേക്കാൾ? അങ്ങനെയാണ്. വളരെയധികം നന്ദി പായൽ കുമാരി. ഒരിക്കൽ കൂടി അത്ര എനിക്കൊന്നും ഓർമ്മയില്ല. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വളർന്നേ. ഓർമ്മയിൽ അപ്പോൾ ഏതാണ്ട് മലയാള കുട്ടി തന്നെയാണ് പായൽ. അങ്ങനെ തന്നെയാണ് വളർന്നിരിക്കുകയും ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. ഏതായാലും വളരെയധികം നന്ദി പായൽ, ന്യൂസ് 18 ഒപ്പം ചേർന്നതിന്. എല്ലാവിധ ഭാവുകങ്ങളും വിചാരിക്കുന്നത് പോലെ തന്നെ ആർക്കിയോളജിയിൽ കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ന്യൂസ് 18 ഒപ്പം ചേർന്നതിന് വളരെയധികം നന്ദിയുണ്ട്. MG യൂണിവേഴ്സിറ്റിയുടെ BA ആർക്കിയോളജി ആൻഡ് ഹിസ്റ്ററി വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയ പായൽ കുമാരിയാണ് ന്യൂസ് 18നോടൊപ്പം ചേർന്നത്. ഒപ്പം പായലിന്റെ അധ്യാപകൻ ഡോക്ടർ ബിബിൻ കുര്യാക്കോസ്.